പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഓപ്ഷണൽ മോഡുൾപ്പെട്ട ചാപ്റ്റർ 32B കൾച്ചറൽ കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്, ചാപ്റ്റർ 33B ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്നീ 2 ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് 2 ചാപ്റ്റർ നമ്മൾ ഒന്നിച്ചെടുക്കുന്നത്. ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, നമുക്കറിയാം 2024 അതിനുശേഷമൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളിൽ മാറ്റമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി, ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ്, ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 32Bയിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസും മാക്സിമം പറയും, പിന്നെ വരുന്ന 2 ക്വസ്റ്റ്യൻ 33 കൾച്ചറൽ കൺസെപ്റ്റ്, ചരിത്രപരമായിട്ടുള്ള ആശയങ്ങളും പ്രത്യേകതയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഡിഫൈൻ കൾച്ചർ, എന്താണ് സംസ്കാരം? ഡിസ്കസ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ബ്രിട്ടീഷ് പണ്ഡിതനായ എഡ്വേർഡ് ടൈൽ അദ്ദേഹത്തിന്റെ പ്രാകൃത സംസ്കാരം എന്ന കൃതിയിൽ സംസ്കാരത്തിന് നരവംശപരമായ ഒരു നിർവചനം നൽകേണ്ടത്. സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരം, നിയമം, ആചാരം, മറ്റ് കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം. അഥവാ നാഗരിക സംസ്കാരത്തിന് പ്രശസ്തപരമായ മറ്റൊരു നിർവചനം നൽകിയത് നരവംശാസ്ത്രത്തിൽ നിർവ്വാണവാദത്തിന്റെ സ്ഥാപകനായ പോളണ്ടിലെ മലിനോവ്സ്കിയാണ്. അദ്ദേഹം സംസ്കാരത്തെ ഇപ്രകാരം നിർവചിക്കുന്നു: പൂർവാർജിത വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സംസ്കാരം. ഒരു ഗ്രന്ഥത്തിലെ വാക്കുകൾ നോക്കുന്നത് പോലെ നാം മനുഷ്യന്റെ പ്രവൃത്തികളിൽ നോക്കണമെന്ന് ക്ലിഫോർഡ് ഗീഡ്സ് നിർദ്ദേശിക്കുന്നു. അവ ഒരു സന്ദേശം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടും. മനുഷ്യൻ അവൻ സ്വയം നെയ്തെടുത്ത പ്രാധാന്യത്തിന്റെ വലകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ജീവിയാണ്. ആ വലകളെ നാം സംസ്കാരപരമായി കരുതുന്നു. കാരണങ്ങൾ വിശദീകരിക്കുന്നില്ല. ഈ അന്വേഷണങ്ങൾ അർത്ഥങ്ങൾ കണ്ടെത്താനാണ് ക്ലിഫോർഡ് ഗീഡ്സ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദി കൺസെപ്റ്റ് ഓഫ് കൾച്ചർ. സംസ്കാരത്തെ കുറിച്ച് വിവരിക്കുന്നതാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ചിന്ത, മനോഭാവം, വിശ്വാസം, ഇതിൻ്റെയൊക്കെ ഒരു രീതിയാണ്. ഒരു ജനതയുടെ മൊത്തം ജീവിത രീതിയാണ്. പെരുമാറ്റത്തിൽ നിന്നുള്ള അമൂർത്തീകരണമാണ്. അഭ്യസിച്ച പെരുമാറ്റമാണ്. പഠന സഞ്ചയങ്ങളുടെ ഒരു കലവറയാണ്. വ്യക്തി തൻ്റെ ഗണത്തിൽ നിന്ന് ആർജിക്കുന്ന ഒരു സാമൂഹ്യ പൈതൃകമാണ്. ആവർത്തിക പ്രശ്നങ്ങളോടുള്ള ഒരു കൂട്ടം നിലവാരപ്പെടുത്തിയ പൊരുത്തപ്പെടലാണ്. പെരുമാറ്റത്തെ നൈതികമായി നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് പറയും. ഇനി 33B വരുന്നതാണ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. ഇന്ത്യൻ സംസ്കാര പാരമ്പര്യത്തിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. അതിന് ഫസ്റ്റ് വേണം 3 ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ പാട്രിയാർക്കി? എന്താണ് പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ? പുരുഷ മേധാവിത്വമുള്ള കുടുംബമാണ് പാട്രിയാർക്കി. ബന്ധങ്ങളിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ അവിടെ പുരുഷനാണ് കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം കാര്യങ്ങളും മേൽനോട്ടം. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ വേദാസ്. വേദങ്ങളെ കുറിച്ച് വിവരിക്കാനാണ്. വേദം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അതായത് ആത്മീയമായ അഥവാ മതപരമായ അറിവാണ്. ഏതെങ്കിലും ഒരു സാഹിത്യ കൃതിയെ സൂചിപ്പിക്കുന്ന വാക്കല്ല വേദം എന്ന് പറയും. അനേകം നൂറ്റാണ്ടുകളിലൂടെ വളർന്ന് വികസിപ്പിച്ച ഒരു സാഹിത്യ മണ്ഡലത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ആര്യന്മാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ വേദകാലഘട്ടം ആരംഭിക്കുന്നത്. 4 വേദങ്ങൾ രചിക്കപ്പെട്ട കാലമാണ് ഹൃദ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നിവ. 4 വേദങ്ങൾ. ഹൃദ്വേദമാണ് ആദ്യം രചിക്കപ്പെട്ട വേദം. 1000-ൽ പരം മന്ത്രങ്ങൾ അടങ്ങിയാണ് ഇത്. പ്രകൃതി, ദേവി, ദേവന്മാർക്കുള്ള സ്തുതികൾ എന്നിവയാണ് വേദങ്ങളിലെ വിഷയം. ഹൃദ്വേദത്തിൽ നിന്ന് സംഗ്രഹിച്ച സ്തോത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. യജ്ഞങ്ങളുടെ ചടങ്ങുകളും മന്ത്രങ്ങളുമാണ് യജുർവേദം. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, രോഗനിവാരണത്തിലുള്ള മന്ത്രങ്ങൾ എന്നിവ അടങ്ങിയതാണ് അഥർവവേദം. ഓരോ വേദത്തിനും 4 ഭാഗങ്ങളുണ്ട്.
സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നിവയാണ്. വേദങ്ങൾ ശരിക്കും പാരായണം ചെയ്യുന്നതിനും യജ്ഞക്രിയകൾ യഥാവധി നിർവഹിക്കുന്നതിനും വേണ്ടി 6 വേദാന്തങ്ങളും 6 ദർശനങ്ങളുമുണ്ട്. ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, കൽപ്പം എന്നിവയുടെ 6 വേദാംഗങ്ങൾ. ഇനി അടുത്ത ചോദ്യമാണ് ലാസ്റ്റ്. റൈറ്റ് എ നോട്ട് ഓൺ നോംസ് ആൻഡ് വാല്യൂസ്. സാമൂഹ്യ പെരുമാറ്റത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും വിവരിക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എപ്രകാരം പെരുമാറണമെന്ന് വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് സാമൂഹ്യ നിയമം. നാം പങ്കെടുക്കുന്ന സാമൂഹ്യ സന്ദർഭങ്ങളിൽ നമ്മുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ചട്ടമോ മാതൃകയുമാണ് അത്. ഗണജീവിതത്തിൽ ആവശ്യമായ ഒരു പ്രത്യേകത അതിൻ്റെ അംഗങ്ങളായ വ്യക്തികളുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുന്നുണ്ട്. അംഗങ്ങൾക്കിടയിലുള്ള പ്രതിപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമാണ് ഗണന. അനേകം വ്യക്തികൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങളെയും പെരുമാറ്റ രീതികളെയും ക്രമീകരിക്കാൻ ഒരു കൂട്ടം മാതൃകകൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ രൂപപ്പെടും. ഒരു ഗണത്തിൽ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഈ പെരുമാറ്റ മാതൃകകൾ അഥവാ ചട്ടങ്ങളെ സാമൂഹ്യ പെരുമാറ്റ രീതികൾ അഥവാ പെരുമാറ്റ ചട്ടങ്ങൾ എന്ന് പറയുന്നു. സാമൂഹ്യ ശാസ്ത്രത്തിൽ മൂല്യങ്ങൾ എന്ന പദം സാമൂഹിക ഘടനയുടെ ഘടകഭാഗങ്ങൾ സൂചിപ്പിക്കുന്നു. സാമൂഹ്യ സ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് കാരണം സാമൂഹ്യ മൂല്യങ്ങളാണ്. തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനും മറ്റുമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് മൂല്യങ്ങൾ. തങ്ങളുടെ ജീവിതത്തിൽ ജനങ്ങൾ പിന്തുടരുന്നതായ ലക്ഷ്യങ്ങളെക്കുറിച്ചും തങ്ങൾ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ പിന്തുടരുന്നതുമായ ആശയങ്ങളാണ് മൂല്യങ്ങൾ. ജനങ്ങളുടെ പെരുമാറ്റത്തിന് സഹായമായ പൊതുമാർഗനിർദ്ദേശങ്ങളാണ് മൂല്യങ്ങൾ. ഒരു സമൂഹത്തിലോ സമൂഹഗണത്തിലോ സ്വയമോ വിലപ്പെട്ടതോ അഭികാമ്യമായ ഒരു തത്വമോ ഗുണവിശേഷമാണ് സാമൂഹിക മൂല്യം. ഓരോ ജനതക്കുമുള്ള മൂല്യം പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ചാപ്റ്റർ. ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ ചാപ്റ്റർ മാത്രമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ചോദിക്കാം. ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 2 ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. നേഴ്സിൻ്റെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിൻ്റെ മലയാളത്തിലും ഗൈഡുകൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. അസൈൻമെൻറ്റ് റെക്കോർഡുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം ഫ്രീ ആയി നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.